खुशखबरी भी आप सुनाओ इंशाअल्लाह। नेक्स्ट जलालिया कुछ शुरू में सैयद साहब के हाथों से जलालिया किताब जो उर्दू तर्जुमा रोमन इंग्लिश और उर्दू में उसका इनॉग्रेशन भी सैयद साहब इंशाअल्लाह करेंगे। और एक दूसरी बात भी सुन लीजिए, मगरिब नमाज के फौरन बाद, जो ज्यादा वक्त नहीं लेना, फौरन बाद महफिल शुरू हो जाएगा। मगरिब नमाज में आप पहुंचने की कोशिश करें। साहब के हाथों से हमारे जामिया मस्जिद के सदर साहब अब्दुल रशीद साहब के भी साथ मौजूद रहेंगे और हमारे फातिमतुल ज़हरा मदरसे का जनरल सेक्रेटरी भी सैयद साहब से मैं गुजारिश करूंगा आप यासीन साहब से तशरीफ लाए। हमारा जो लोगो है सैयद साहब उसका इनॉग्रेशन। സുഹൃത്തും പണ്ഡിതനുമായ നമ്മുടെ മുസ്താഖ് ഹസരത്ത്, അദ്ദേഹത്തിനെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയും. മുസ്താഖ് ഹസരത്താണ് ഈ ജലാലിയ റാത്തീബിന്റെ വലിയൊരു മുഹിബായിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു മജ്‌ലിസ് സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ചത്. അദ്ദേഹം അത്രമാത്രം ഈ മജ്‌ലിസിനെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തിപരമായി എന്നെയും വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹൈർ നൽകുമാറാകട്ടെ. ഈ പ്രദേശത്ത് ആകമാൻ അങ്ങനെ ഒരു ദാക്കിര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് വളരെ ആത്മാർത്ഥമായ ഇഖ്ലാസോടെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ജലാലിയ റാത്തീബിന്റെ മജ്‌ലിസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിനുള്ള ഒരു ഔഷധമാണ്. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഔഷധങ്ങൾ സേവിക്കുന്നവരാണ് ഏതൊരു വിഷയത്തിലും, അല്ലേ? പക്ഷെ നമ്മൾ ആന്തരികമായ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ അസുഖം എന്ന് പറയുന്നത്, അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല, ദുരന്തം തന്നെയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിക്ർ ചൊല്ലാത്തൊരു വ്യക്തിയായി, അല്ലാഹുവിനെ സ്മരിക്കാത്തൊരു വ്യക്തിയായി മാറുക എന്നുള്ളത് ഏറ്റവും വലിയ ദുരന്തം. അല്ലാഹു കാത്തുരക്ഷിക്കുന്നതാണ്. ഒരു മുസൽമാന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിമായി ജീവിക്കുക, മുസ്ലിമായി മരിക്കുക, ബാക്കിയെല്ലാം പിന്നെയാണ്. കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ്, നൂറുകണക്കിന് ഏക്കർ സ്വത്തുക്കളും ഭൗതികമായ പ്രശസ്തിയും ഇതൊന്നും ഒരു മുസൽമാന്റെ ലക്ഷ്യമല്ല. അത് പിന്നാലെ വരുന്നു എന്നുള്ളത് വേറെ കാര്യം. എന്നെയും നിന്നെയും അല്ലാഹു സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് നൽകിയിട്ടുള്ളത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതിലെല്ലാം അടങ്ങി. നീ കോടീശ്വരനായി മരിച്ചിരിക്കണമെന്നല്ല പറഞ്ഞു. നീ റിയൽ എസ്റ്റേറ്റുകാരനായി മരിക്കണമെന്നല്ല പറഞ്ഞു. ജീവിക്കണം, മരിക്കണമെന്നല്ല പറഞ്ഞു. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം ഒരൊറ്റ ആയത്തിൽ, ഖുർആനിലൂടെ വളരെ ചെറിയ ആയത്താണ്. അത് ഈ ലോകത്തിന്റെ അവസാനം വരെ ചിന്തിക്കാനുണ്ട്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കും അത് ചിന്തിക്കാൻ സമയമില്ല. നമ്മൾ സമ്പാദിക്കുന്ന തിരക്കില്ല. അതേസമയം പാശ്ചാത്യ സമൂഹം അവർ കൂടുതൽ ചിന്തിക്കുന്നവർ.
അവരേതൊരു വിഷയത്തിലും കൂടുതൽ കൂടുതൽ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതവരുടെ സ്വഭാവം. അങ്ങനെ അവർ റിസർച്ച് ചെയ്തപ്പോ അതൊരു ആയത്ത്, അതുപോലെ തന്നെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഈ ഒരു ആയത്തും ഇതെല്ലാം അവർ ഇങ്ങനെ റിസർച്ച് ചെയ്തു. അവർക്കെല്ലാം ഉണ്ട് അല്ലേ? ക്രിസ്ത്യൻ കൺട്രി എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്തെല്ലാം കണ്ടുപിടിക്കുന്നവർ, എല്ലാം നേടിയെന്ന് അവകാശപ്പെടുന്നത്. പക്ഷെ അവർ അവസാനമായി ഒരു സത്യം കണ്ടെത്തി, എല്ലാം നമ്മൾ നേടി, പക്ഷേ മനസ്സമാധാനം അത് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അത് അവർക്ക് നേടാൻ പറ്റുന്നില്ല, അതിന് കഴിയുന്നില്ല. ഇത് നടത്തിയിട്ട് കഴിയുന്നില്ല. കോടികളുടെ വരുമാനമുണ്ട്, പക്ഷേ അതൊരു സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. കൂടുതൽ കൂടുതൽ അവർ പഠിച്ചു. അതിന്റെ ഫലമായി അവർ ഒരു യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു. എന്താണത്? ഒരേ ഒരു സത്യം, അത് അല്ലാഹു മാത്രം. അത് മനസ്സിലാക്കിയവർ ആരായിരുന്നു? ചിന്തിക്കണം. ചിന്തകന്മാർ, വലിയ വലിയ സയന്റിസ്റ്റുകൾ, വലിയ വലിയ എഴുത്തുകാർ, സിനിമാ നടന്മാരും സിനിമാ നടികളും, ഹോളിവുഡിലൊക്കെ തിളങ്ങി നിൽക്കുന്ന നടന്മാരും നടികളും പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. അവർ ഇസ്ലാമിലേക്ക് വന്നു. അൽഹംദുലില്ലാഹ്. എന്തിനു വന്നു? എന്തിനവർ വന്നു? നമ്മൾ ചിന്തിക്കണം. നമ്മളാരാ? ഈ ഇരിക്കുന്ന നമ്മളാരാ? അവർ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നിട്ട് അവർ പറയുകയാണ്. ഞാൻ ഇന്റർവ്യൂ, ഒരു സിനിമാ നടി പറയുന്നു, ഹോളിവുഡിൽ തിളങ്ങിയ ഒരു സിനിമാ നടി, അവർ പറഞ്ഞത്, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, പർദ്ദ ധരിച്ചു, മക്കന ധരിച്ചു, ഇപ്പോഴാണ് ഞാനൊരു സ്ത്രീയാണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായത്. ഇതുവരെയും ഞാനൊരു മൃഗമായിരുന്നു. ഞാനൊരു മൃഗത്തെ പോലെ ജീവിച്ചു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആ വാക്യം ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധമായ സത്യത്തിലേക്ക് വന്നപ്പോൾ, ഇപ്പോൾ ഞാനൊരു സ്ത്രീയാണ് എന്നെന്റെ മനസ്സ് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞാനിന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞത്, ഞാനിപ്പോൾ സുരക്ഷിതയാണല്ലോ, ഞാൻ സേഫാണ്. എന്നാര് കണ്ടാലും റെസ്പെക്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. കാരണം ഞാൻ പർദ്ദ ധരിച്ച ഒരു യഥാർത്ഥ സ്ത്രീയാണ്. അങ്ങനെ ഒരു ചിന്ത എനിക്ക് തന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഞാൻ പറഞ്ഞതാണ്, ഇവിടെ സത്യവിശ്വാസിയായി ജീവിക്കുക, സത്യവിശ്വാസിയായി മരിക്കുക. അതാണ് ഇന്ത്യയിൽ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കണം. നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കണമെങ്കിൽ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ ലോകത്ത് ജീവിക്കണം. ഈ ലോകത്ത് വെറുതെ ജീവിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കണ്ടേ, ആരോഗ്യം വേണ്ടേ? ഭക്ഷണം വേണമെങ്കിൽ കൃഷി വേണം, സമ്പാദ്യം വേണം, കച്ചവടം വേണം. അതെല്ലാം, അതിന്റെ എല്ലാം മൂല കാരണം നമ്മുടെ സത്യവിശ്വാസം. ബാക്കിയെല്ലാം അതിന്റെ പിന്നാലെയാണ്. അപ്പോൾ തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനും വേണ്ടി പടച്ചതല്ല, അത് മറ്റുള്ള മൃഗങ്ങളെ. ആ സഹോദരി പറഞ്ഞല്ലോ, മൃഗത്തിന് തുല്യമായിരുന്നു ഞാൻ. മൃഗങ്ങൾക്ക് അങ്ങനെയാണ്. അല്ലാഹു തന്നെ വിശേഷ ബുദ്ധി കൊടുത്തിട്ടില്ല. എനിക്കും നിങ്ങൾക്കും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഞാനത് ഉസ്താദ് ഇവിടെ വിശദമായി പറഞ്ഞത് അല്ലേ? എല്ലാരെയും നന്മ ചെയ്യുന്നവരാക്കി പഠിച്ചു. അങ്ങനെ പഠിക്കുന്ന ലോകത്തിന്റെ ആവശ്യമില്ല.
ഇവിടെ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അല്ലാഹു തന്നു. രാത്രിയും പകലും അല്ലെ? രാത്രി എന്തിനാ പകലെന്നെ പോലെ? ഈ രാത്രി ഇരുട്ടത്ത് തപ്പേണ്ട ആവശ്യമുണ്ടോ? 24 hours പകലെന്നായ സന്തോഷവും ദുഃഖവും ഇതെല്ലാം കൂടി സമ്മിശ്രമായതാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. സന്തോഷം വരുമ്പോൾ അല്ലാഹു, ദുഃഖം വരുമ്പോഴും അല്ലാഹു. സന്തോഷം വരുമ്പോ പടച്ചവനില്ല, ദുഃഖം വരുമ്പോ യാ അല്ലാഹ് യാ തങ്ങളെ. അതല്ല, സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം എന്റെ അല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹ് മതി എന്നൊരാൾ തീരുമാനിച്ചാൽ ലോകത്തൊരു ശക്തിക്കും അവനെ തകർക്കാൻ സാധിക്കില്ല. ഇത് ലോക ചരിത്രം നമുക്ക് പറഞ്ഞു തന്നായ മനസ്സിലായോ? എനിക്ക് അതിന്റെ റബ്ബുണ്ട് എന്നുള്ള ഉറച്ച തീരുമാനം. ഫലസ്തീനിലുള്ള ഇതുപോലെയുള്ള പിഞ്ചു മക്കൾ നമ്മൾ കണ്ടില്ലേ? ഈ പിഞ്ചു മക്കളാണ് ഇസ്രായേലിന്റെ ടാങ്കറിന് നേരെ ഒരു കല്ലെടുത്തെറിയുന്നത്. ഈമാൻ. ആ ടാങ്കർ ഞങ്ങളുടെ മുകളിലൂടെ പോയിക്കോട്ടെ, പ്രശ്നമില്ല. ഹസ്ബുനല്ലാഹ്. ആ ഈമാനിലേക്ക് നമ്മൾ മടങ്ങണമെങ്കിൽ മനസ്സിൽ നിന്നും അല്ലാഹു ഉണ്ടാകും. അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജലാലിയ റാത്തീബ് മഹാന്മാർ നമുക്ക് ഗിഫ്റ്റായി തന്നിട്ട് പോയത്. ഈ മഹാന്മാരൊന്നും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. നമ്മളിപ്പോൾ കുറെ 10-16 ഫാത്തിഹ സൂറത്ത് ഓതി. അതെല്ലാം ഈ ജലാലിയ റാത്തീബ് നമുക്ക് നൽകിയ മഹാന്മാർ. അവരാണ് അള്ളാഹുവിന്റെ ഉളിയാക്കളാണ്, വലിയ വലിയ ആരിഫ്യങ്ങളാണ്. അവർക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? അവർ അള്ളാഹുവിന്റെ അടുത്ത് വിജയിച്ചവരാണ്. ആ മഹാന്മാർ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്തുണ്ടാക്കി അത്രയും പരിശുദ്ധങ്ങളായ നിൽക്കുന്നത് എത്രമാത്രം അവർ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ ജലാലിയ റാത്തീബ് ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് നൽകിയിട്ട് അവർ പോയി. എന്തിനു വേണ്ടിയാണ്? അവർക്ക് വിജയിക്കാനല്ല, നമുക്ക് വിജയിക്കുവാൻ. ഞാൻ ഓൾറെഡി സെലക്ഷൻ ആയ നിങ്ങളെയും കൂടി സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്റെ അധ്വാനം. എനിക്ക് സെലക്ഷൻ ആയല്ലോ, ആ നീ എന്താണെന്ന് ചെയ്തോ. അല്ല, അങ്ങനെയല്ലേ നമ്മുടെ തത്വം? അങ്ങനെ നമ്മളിപ്പോ ഷിപ്പിൽ പോകാനൊരു സെലക്ഷൻ അല്ലേ? ഷിപ്പിൽ പോകുന്ന ആൾ കൂടുതലുണ്ട്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാനൊരു സെലക്ഷൻ കിട്ടിയ എന്നെ ഒന്ന് ഒരു ചാൻസ് നമുക്ക് കിട്ടുമോ നൽകുക. നീ വേണം എന്റെ പണി നോക്കുന്നു. സ്വന്തം കാര്യം ചിന്താമാണ്. ഈ മഹാന്മാർ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് മാത്രം വിജയിച്ചാൽ പോരാ, നമ്മൾ വിജയിക്കണം. അതുകൊണ്ടാണ് ജലാലിയ റാത്തീബ് ഉണ്ടാക്കി തന്നത്. ഇനി അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു, ഇനി നമ്മുടെ റെസ്പോൺസ്. ആ ഉത്തരവാദിത്വം, ആ റെസ്പോൺസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവര് കുറ്റക്കാരല്ല, ഞാനും നിങ്ങളും അവരുടെ കുറ്റക്കാരായി പോകും. അതുകൊണ്ടാണ് ഇത് ഈ ജലാലിയ റാത്തീബിനെ ലോകം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇന്ന് കേരളത്തിലും കർണാടകയിലും ഖലീഫയായിട്ടുള്ളത് നമ്മുടെ എല്ലാം ആത്മീയമായ നേതൃത്വം ബഹുമാന്യരായ സയ്യിദ് കെ.എസ്. ആറ്റക്കോയ തങ്ങളാണ് നിന്റെ ഖലീഫ. അതിന്റെ മഹത്തായ പാരമ്പര്യവും സനദുമുണ്ട്. ഇവിടെ അതിന്റെ തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാഹ് എല്ലാവരും എല്ലാ മാസവും ഈ മജ്‌ലിസിൽ സംബന്ധിക്കണം. നമ്മുടെ മക്കളെയും നമ്മുടെ മജ്‌ലിസുകളൊക്കെ സംബന്ധിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാവരെയും നല്ല ദിക്ർ ചൊല്ലുന്നവരാക്കി നമുക്ക് വളരുന്ന തലമുറയെയും ദിക്ർ ചൊല്ലുന്നവരാക്കി നമുക്ക് മാറ്റിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെയാണ് അവർ നൽകിയിട്ടുള്ളത്. അവർക്കറിയാം ഇങ്ങനൊരു കാലം വരും, അള്ളാനെ മറക്കുന്ന ഒരു കാലം വരും അവർക്കറിയും, അല്ലേ?
ഒരു മൊബൈലും പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി ഇരുന്ന് നിസ്കാരമില്ല, തസ്ബീഹുമില്ല, ദിക്റുമില്ല, ഒന്നുമില്ല. ഇനിയിപ്പോ എന്തെല്ലാം വരാൻ പോകും. അങ്ങനെ അള്ളാഹുവിനെ മറക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ലോകത്ത് സജീവമായിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതൊരു പരിശുദ്ധമായ ദീനിലേക്ക് പാശ്ചാത്യരൊക്കെ ഇങ്ങനെ മടങ്ങി വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഇവിടെ വികലമാക്കണം എന്ന് ചിന്തിക്കുന്ന ശത്രുക്കളാണ് ലോകത്ത് മുഴുവനും. നമ്മുടെ മുസ്ലിം രാഷ്ട്രങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, ആ നാടുകളിലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ സമാധാനമുണ്ടോ എന്ന്. സമാധാനത്തോടെ കഴിയാൻ ഇവർ സമ്മതിക്കൂല. രാജ്യങ്ങളെല്ലാം ഭിന്നിപ്പിക്കുകയാണ് മുസ്ലിം രാജ്യങ്ങൾ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെ ഒരു കാലം കടന്നു വന്നു കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു കാലം വരുമ്പോൾ ഇവിടെ ദിക്ർ ചെല്ലുന്നവർ വേണം. ദിക്ർ ചെല്ലുന്നവരില്ലാതെയായാൽ ഈ ലോകം പോകും. പിന്നെ ലോകം നിലനിൽക്കുകയില്ല. എല്ലാം ഇരുട്ടായിരിക്കും, വെളിച്ചമില്ല. ആ ഒരു ദുരന്തത്തിലേക്ക് പോകാതിരിക്കാനാണ് ജലാലിയ റാത്തീബ് അവർ നമുക്ക് തന്നത്. ഇത് നമ്മൾ നിലനിർത്തണം. നിങ്ങൾ ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടതാണ്. ഞാൻ എവിടെയും പോയി നിങ്ങൾ ദിക്ർ ചൊല്ലുമെന്ന് അടിച്ചേൽപ്പിക്കാറില്ല. കാരണം നിങ്ങളോട് അതിന് വിശദീകരിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. തീരുമാനം നിങ്ങളുടേതായിരിക്കണം. തെരഞ്ഞെടുപ്പ് ചോയ്സ് നിങ്ങളുടേതാണ്. ഞാൻ നന്നാവണോ ചീത്തയാവണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്ത് വേണമെന്ന് പറഞ്ഞു തരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ജലാലിയ റാത്തീബ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. ഞാൻ ദിവസവും 3-4 പരിപാടികൾ സംബന്ധിച്ചുകൊണ്ട്. അപ്പൊ നിങ്ങൾ ദിക്ർ ചൊല്ലുന്നവരാകണം. ഈ നാട്ടിൽ ദിക്ർ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്, ഞാൻ അതിന് സമ്മതം തന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ ആ ദിക്റിനെ അവിടെ നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ ചൊല്ലണം. നമ്മുടെ ഇന്നത്തെ സീരണി അഫ്താബിന്റെ വകയാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് അഫ്താബ്. അബുദാബിയിൽ നിന്ന്. എപ്പോ വന്നാലും 2-3 ദിവസം ഒരിക്കലും എന്നെ കാണാൻ പറ്റും. അതുപോലെ കുഞ്ഞിക്കുരാത്തങ്ങളെടുത്തും ഇത്രമാത്രം ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ദീനബോധമുള്ള ചെറുപ്പക്കാരനാണ് അഫ്താബ്. അവൻ നമ്മുടെ ചീരനെയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ജലാലിയ റാത്തീബിന്റെ കിതാബിന്റെ ചെലവുകളും അച്ചടിച്ചു വരാനുള്ള ചെലവുകളെല്ലാം അവൻ ഏറ്റെടുത്തു. റാത്തീബിനെ വളരെ സ്നേഹിക്കുന്ന നല്ലൊരു സഹോദരൻ. അവർക്ക് തീരുമാനമാകട്ടെ. അദ്ദേഹത്തിന്റെ ജോലിയിലും ഏർപ്പാടും അവർക്ക് തോന്നുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വാപ്പ, ഉമ്മ, അതുപോലെ തന്നെ ഭാര്യ, ഇപ്പോഴടുത്തൊരു കുഞ്ഞുണ്ടായി. ആ കുടുംബത്തിനെല്ലാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنال به العقد وتنفرج به كرامة الله وحسن الخواتم ويستصل الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بروضته والملل. اللهم اغفر لنا ذنوبنا وقربنا وهدية والسلام ورحمة نازلة وبركة شاملة. إنا إلى حضرة روح نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم إلى أرواح آبائه وإخوانه من الأنبياء والمرسلين، ثم إلى حضرات الصحابة البدريين والمهديين والخندقين والهرينين سائر الصحابة والقرابة كلهم أجمعين، ثم إلى حضرة قطب الأقطار غوث الله محي الدين عبد القادر الجيلاني، ثم إلى حضرة السلطان العارفين الشيخ أحمد الكبير الدفاعي، ثم إلى حضرة سلطان الهند خواجة معين الدين، ثم طيب سيدي
ونبر معلتهم ورفع درجتهم يا رب العالمين. اللهم اجمع بيننا وبينهم في جناتك جنات النعيم مع الذين انعمت عليهم من اللهم بحقهم وبجاههم يسر اسيرنا وسهل امورنا وقضي حاجاتنا واشف امراضنا يا شافي امراضنا. اللهم افتح لنا ابواب الخير ابواب البركه ابواب السلامه ابواب العافيه الدين والدنيا والاخره انك على كل شيء قدير. اللهم بارك لنا في كل امورنا بركه دامه كما باركت على عبادك الصالحين. റഹ്മാനായ റബ്ബേ, പാപികളായ ദോഷികളായ ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളെയും നീ തിരുസിന്റെ കാരണമായി ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ആളുകളെയും നിന്റെ ലാക്കിരീങ്ങളിലും ശാക്കിരീങ്ങളിലും ഉൾപ്പെടുത്തണം റഹ്മാനേ. ഇപ്പോഴും നിന്നെ സ്മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഇപ്പോഴും നിന്നെ ഓർമ്മിക്കുന്നത് നല്ല ഹൃദയം കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനേ. വേണ്ടാത്ത വികാര വിചാരങ്ങളെ തൊട്ടെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു തരണേ. ഞങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും പ്രവർത്തനങ്ങളും പരിപൂർണമായും നിന്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനേ. ഈ മജ്‌ലിസിൽ ഞങ്ങൾ ചില സ്വലാത്തുകളും സലാമുകളും പരിശുദ്ധ റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ. തങ്ങളുടെ തിരുനോട്ടം ഈ മജ്‌ലിസിലേക്ക് നൽകി അനുഗ്രഹിക്കണേ. ഈ സ്ഥാപനങ്ങളിലേക്ക് നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നൽകി അനുഗ്രഹിക്കണേ. അവിടുത്തേക്ക് ധാരാളമായി സ്വലാത്ത് ചൊല്ലുവാനുള്ള തൗഫീഖ് നൽകണം. ഈ മജ്‌ലിസിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിച്ചവർ, ഈ മദ്രസക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി സഹായിച്ചവർ, അവരെ നീ സഹായിക്കണേ. ഈ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണം റഹ്മാനേ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഇരുലോകത്തും തക്കതായ പ്രതിഫലം നൽകണേ. ഈ മജ്‌ലിസിലേക്ക് നൽകിയ മുഴുവൻ സംഭാവനകളെയും ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ. ഈ പ്രവർത്തനങ്ങളെ സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണം. പരിശുദ്ധമായ ദീനിന്റെ മജ്‌ലിസിന്റെ കാരണമായി ഈ നാടിന്റെ ആത്മീയ ചൈതന്യം നിലനിർത്തണേ. പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹനീയമായ പാരമ്പര്യവും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ. റഹ്മാനായ റബ്ബേ, എന്തെല്ലാം നല്ല ഉദ്ദേശങ്ങളുമായി മജ്‌ലിസിൽ വന്നവരുണ്ടോ, ഇവിടെ ദുആ കൊണ്ട് പറഞ്ഞവരുണ്ടോ, ആ ഉദ്ദേശങ്ങൾക്ക് നീ പൂർത്തീകരണം നൽകണേ. എന്തെല്ലാം രോഗങ്ങളുമായി മജ്‌ലിസിൽ വന്നവരുണ്ടോ, ഇവിടെ ദുആ കൊണ്ട് പറഞ്ഞവരുണ്ടോ, മാരകമായ ഹൃദ്രോഗവും എയ്ഡ്സും ക്യാൻസറും കിഡ്നിയുടെ അസുഖവും സ്ട്രോക്കും തുടങ്ങി പല ജാതി രോഗങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ചെലവ് ചെയ്ത് സുഖം ലഭിക്കാതെ കണ്ണീരോടെ കഴിയുന്ന രോഗികളുണ്ടോ, ആശുപത്രികളിലും വീടുകളിലും കിടന്ന് നരകിക്കുന്ന രോഗികളുണ്ടോ റഹ്മാനേ. തളർവാദം പിടിപെട്ട് കിടപ്പിലായി പോയവരുണ്ടോ, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നഷ്ടപ്പെട്ടു പോയവരുണ്ടോ റഹ്മാനേ. മാരകമായ ക്യാൻസറിന്റെ വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുന്ന രോഗികളുണ്ടോ. രോഗങ്ങൾ നൽകുന്നവൻ നീയാണ്, ശിഫ തരേണ്ടവനും നീയാണ് റബ്ബേ. പരിശുദ്ധമായ ദലായ ചൊല്ലി ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കൈകൾ നീ സ്വീകരിക്കണം റഹ്മാനേ. സ്വീകരിക്കണേ. മാരകമായ രോഗങ്ങളുള്ള മുഴുവൻ രോഗികൾക്കും നീ ശിഫ നൽകണം റഹ്മാനേ. പിഞ്ചു കുട്ടികൾക്ക് പോലും മാരകമായ രോഗങ്ങളാണ്, നീ ശിഫ നൽകണേ. ഈ ലോകത്ത് വെച്ച് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, അക്രമങ്ങൾ, തെമ്മാടിത്തരങ്ങൾ, ഒരു വേള നിന്നോട് കാണിച്ചു പോയ നന്ദികേടിന്റെ കാരണമായി
മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുത് പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് ശിക്ഷിക്കരുത് സുനാമികളും കൊടുങ്കാറ്റുകളും ഭൂമികുലുക്കങ്ങളും പ്രളയങ്ങളും വെള്ളപ്പൊക്കങ്ങളും യുദ്ധങ്ങളും അക്രമങ്ങളും സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഫിത്നകളും ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു റഹ്മാനായ റബ്ബേ സകലവിധ ദുരന്തങ്ങൾ ഫിത്നകളെ തൊട്ടും ലോക ജനതയെ മുഴുവനും നീ കാത്തു രക്ഷിക്കണേ നമ്മുടെ പ്രവാസികൾ വളരെയധികം വിഷമത്തിലാണ് ആശങ്കയിലാണ് ഭയത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധത്തിന്റെ ഭീഷണിയാണ് റഹ്മാനായ റബ്ബേ ആ രാജ്യങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ ആ രാജ്യങ്ങളിൽ നീ സമാധാനം നിലനിർത്തണേ പ്രവാസികൾക്ക് നീ രക്ഷ നൽകണേ അവരുടെ കച്ചവടങ്ങളിലും ജോലികളിലും ബർക്കത്ത് നൽകണം അവരെ ആക്രമിക്കുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം അവരുടെ ശക്തിയെ നീ ക്ഷയിപ്പിക്കണേ എത്രയോ പ്രവാസികൾ അതുപോലെ നാട്ടിലുള്ള പലരും ഷിപ്പുകളിൽ ജോലി ചെയ്യുന്നവർ വിദേശങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയിലും ജപ്പാനിലും അടക്കം വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ അവർ നമ്മുടെ മദ്രസക്കും പള്ളിക്കും സഹായിക്കുന്നവരാണ് നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരാണ് ആ സഹോദരങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അവരുടെ കുടുംബങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണം നൽകണം ഗ്രഹിക്കണം ഞങ്ങൾ വിവരിച്ചു പോയ മാതാപിതാക്കൾ ഞങ്ങൾ ഉസ്താദുമാര് സയ്യിദന്മാര് ബന്ധുമിത്രാദികൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി നമ്മുടെ മദ്രസക്ക് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയവരെ സഹായങ്ങൾ ചെയ്തവര് ഇതിന്റെ കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചിരുന്നവര് ജലാലിയ റാത്തീബിന്റെ മജ്‌ലിസിൽ സംബന്ധിച്ച് പലരും മരണപ്പെട്ടു പോയി അവരുടെ എല്ലാം ഖബറിടങ്ങളെ നീ സ്വർഗീയമാക്കണം തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യമാർക്കും സന്താനങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകണം റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മക്കളെയും ആരോഗ്യമുള്ള മക്കളാക്കി തരണേ സ്വാലിഹീങ്ങളായ മക്കളാക്കണം ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം വീടുകളില്ലാത്തവരുണ്ട് വീടുകൾ കൊണ്ട് അനുഗ്രഹിക്കണേ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഖൈറായ ഭർത്താക്കന്മാരെ എത്തിച്ചു തരണം കടങ്ങളിൽ പെട്ടുപോയവർക്ക് സലാമത്ത് നൽകണം ഈ മജ്‌ലിസിന്റെ കാരണമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശാലമാക്കി തരണേ ഈമാൻ പരിപൂർണമാക്കി തരണം ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ നന്നാക്കി തരണം പരിശുദ്ധമായ ദീനിന്റെ നേതൃത്വം നൽകുന്ന സയ്യിദന്മാർ ഉസ്താദുമാർക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകുവാനുള്ള ശക്തിയും ധൈര്യവും ഊർജ്ജവും നൽകി അനുഗ്രഹിക്കണേ എന്ത് തന്നെ ഭിന്നതകളുണ്ടെങ്കിലും എല്ലാം മറന്നുകൊണ്ടും പരിശുദ്ധമായ ദീനിന്റെ കാര്യത്തിൽ ഒരേ മനസ്സോടെ ഐക്യത്തോടെ പ്രവർത്തിക്കുവാൻ നമ്മുടെ നേതാക്കൾക്കും ഞങ്ങൾക്കും നീ സന്മനസ്സും തൗഫീഖും നൽകണേ റഹ്മാനായ റബ്ബേ എത്രയോ ആളുകൾ പല വിധത്തിലുള്ള സങ്കടങ്ങളിലൂടെ പറഞ്ഞവരും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ ഈ മജ്‌ലിസിൽ സംബന്ധിച്ച് ദിക്ർ ചൊല്ലുന്ന സഹോദരികൾ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന സഹോദരികൾ വല്ലവരായ ഉമ്മപെങ്ങന്മാരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അവരുടെ ഹൃദയങ്ങൾക്ക് നല്ല സമാധാനം നൽകണേ തമ്മിൽ പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തിലാക്കണം ശത്രുതയിൽ കഴിയുന്ന ജ്യേഷ്ഠാനുജന്മാരെ സ്നേഹത്തിലാക്കണേ മാതാപിതാക്കളെയും മക്കളെയും സ്നേഹത്തിലാക്കണം വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സ്നേഹവും സമാധാനവും എല്ലാത്തിലും ഉപരിയായ പരിശുദ്ധമായ ദീനിന്റെ അന്തരീക്ഷവും നിലനിർത്തി തരണേ പരിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തും ഞങ്ങൾക്ക് റാഹത്തോടെ തൗഫീഖ് നൽകണേ ഈ മജ്‌ലിസിൽ എത്രയോ ഉസ്താദുമാരുണ്ടെന്നോ
ഖതീബുമാരുണ്ട്, മുഅല്ലിമീങ്ങളുണ്ട്, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളുണ്ട്. നിന്റെ ഖിദ്മത്തിലായവർക്ക് നീ ഖൈർ നൽകണം റഹ്മാനേ. മുതഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഖുറവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ധരിക്കുന്ന വസ്ത്രത്തിൽ പരിപൂർണമായ ഈമാൻ കൊണ്ട് ധന്യമാക്കണം റഹ്മാനേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കുന്ന സ്വലീഹീങ്ങൾ അവസാനമായി സ്വർഗീയ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സജ്ജനങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ജന്നാത്തിന്റെ അഴയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ മരണവും പരിശുദ്ധിയിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ മരണവും നീ ഏറ്റെടുക്കണം റഹ്മാനേ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ മരണവും പരിപൂർണമായും നിന്റെ പൊതുത്വത്തിലാക്കി തരണേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب. آمين 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 برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.